നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, വളരെ പ്രത്യേകതയുള്ളൊരു വിഷയമാണ് ഇന്ന് ഡോക്ടർ മഹാരാജ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. നവഗ്രഹങ്ങളിൽ ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയെ പ്രതിനിധാനം ചെയ്യുന്ന ശുക്രൻ, വീനസ് എന്ന ഗ്രഹം നീചരാശിയിലേക്ക് വരികയാണ്. എല്ലാ ഗ്രഹങ്ങൾക്കും ഉച്ചരാശിയുമുണ്ട്, നീചരാശിയുമുണ്ട്, സ്വന്തം ക്ഷേത്രമുണ്ട്, മൂലക്ഷേത്രമുണ്ട്. ശുക്രൻ്റെ സ്വന്തം രാശികൾ ഇടവവും തുലാം രാശിയുമാകുന്നു. മൂലക്ഷേത്ര രാശി തുലാമാകുന്നു. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനമാകുന്നു. ശുക്രൻ്റെ നീചക്ഷേത്രം കന്നിയാകുന്നു. ഇവിടെ ശുക്രൻ ഇതാ കന്നിരാശിയിലേക്ക് നീചക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1200 ചിങ്ങമാസം 9-ാം തീയതി മുതൽ കന്നി 2-ാം തീയതി വരെയുള്ള 25 ദിവസം, 2024 ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 18 വരെയുള്ള 25 ദിവസങ്ങളിൽ ശുക്രൻ തൻ്റെ നീചരാശിയായ കന്നിരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെയധികം ക്ലേശങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ ശുക്രനെ കൊണ്ട് ഈ 25 ദിവസം ഉണ്ടാകുന്നതാണ്. എന്തൊക്കെ ക്ലേശങ്ങളാണ് ശുക്രൻ ഈ നീചരാശിയിൽ വരുന്ന 25 ദിവസം ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിച്ചു, ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയാകുന്നു ശുക്രൻ. അപലാഭോഗയാനാനി ശുക്രഹ. സ്ത്രീ, സുഖഭോഗങ്ങൾ, ആഡംബരം, വാഹനം, സൗഹൃദങ്ങൾ, ഇതൊക്കെ ചിന്തിക്കുന്ന ഗ്രഹമാകുന്നു ശുക്രൻ. ഈ ഭാവങ്ങൾക്കെല്ലാം തന്നെ മോശമുണ്ടാക്കുന്നു ഈ ശുക്രൻ്റെ നീചസ്ഥിതി. ഇത് ഏതെല്ലാം രാശികൾക്കാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാവുക എന്ന് നാം ചിന്തിക്കണം. മേടം രാശിക്കാർക്ക് ഇന്ന് ശുക്രൻ അതിനീചസ്ഥമായ 6-ാം ഭാവത്തിലേക്ക് പോകുന്നു. അതിനാൽ മേടം രാശിക്കാർക്ക് ഈ ശുക്രൻ്റെ ചാരവശാലുള്ള നീചരാശിയിലേക്കുള്ള മാറ്റം അങ്ങേയറ്റം ബുദ്ധിമുട്ടാണ്. അതേ രീതിയിൽ തുലാം രാശിക്കാർക്കും ശുക്രൻ ഏറ്റവും മോശപ്പെട്ട 12-ാം ഭാവത്തിലേക്ക് വരുന്നു. അതും വളരെ ദോഷമാകുന്നു. കുംഭം രാശിക്കാർക്കാകട്ടെ ശുക്രൻ ഏറ്റവും ദുർബലമായ 8-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. ജ്യോതിഷത്തിൽ 6, 8, 12 ഭാവങ്ങളാണ് ഏറ്റവും അനർത്ഥങ്ങളായ ഭാവങ്ങൾ. ഇതിൽ ഏറ്റവും കഷ്ടപ്പെട്ട ഭാവമാകുന്നു അഷ്ടമഭാവം. അതിനാൽ കുംഭം രാശിക്കാർക്ക് ശുക്രൻ 8-ാം ഭാവത്തിൽ അതിദുർബലമായി പ്രവേശിക്കുന്നു. മേടം രാശിക്കാർക്ക് 6-ാം ഭാവത്തിൽ പ്രവേശിക്കുന്നു. തുലാം രാശിക്കാർക്ക് 12-ാം ഭാവത്തിൽ പ്രവേശിക്കുന്നു. ഈ അത്യന്തം ദോഷകരങ്ങളായ 3 ഭാവങ്ങളിലും ശുക്രൻ എന്തൊക്കെ ദോഷങ്ങളുണ്ടാക്കുന്നു എന്ന് നമുക്ക് കാണാം. പാണ്ഡു ശ്ലേഷ്മമരുത് പ്രകോപന നയനവ്യാപത് പ്രമേഹാമയാൻ ഗുഹ്യാസ്യാമയ മൂത്രകൃച്ഛ മദനവ്യാപത്തി ശുക്ലശ്രുതീഹി വാസസ്ത്രീ കൃഷി ദേഹകാന്തി വിഹതിം ശോഭാമയം യോഗിനി യക്ഷി മാതൃഗണാദ്ഭയം പ്രിയ സുഹൃദ്ഭംഗം സിത സൂചയേത്. പ്രിയ സുഹൃദ്ഭംഗം, പ്രിയപ്പെട്ട സുഹൃത്തുമായിട്ട് ബന്ധപ്പെടുന്ന ഭംഗം, അടിച്ചു പിരിയൽ ശുക്രൻ സൂചിപ്പിക്കുന്നു. ശുക്രൻ സ്നേഹത്തിൻ്റെ ഗ്രഹമാകുന്നു, സൗഹൃദത്തിൻ്റെ ഗ്രഹമാകുന്നു. അതിനാൽ ഈ 3 രാശിക്കാർക്കുണ്ടാകുന്ന ദോഷങ്ങൾ ഇപ്രകാരമാകുന്നു. പാണ്ഡു ശ്ലേഷ്മ മരുത്പ്രകോപനം. പാണ്ഡു എന്ന് വെച്ചാൽ വിളർച്ചയുണ്ടാകുന്നു ശരീരത്തിൽ. ശ്ലേഷ്മ മരുത്പ്രകോപനം കഫത്തിൻ്റെയും വായുവിൻ്റെയും ആധിക്യം മൂലമുണ്ടാകുന്ന രോഗങ്ങളുണ്ടാകുന്നു. പ്രമേഹം മുതലായ രോഗങ്ങൾ മൂർച്ഛിക്കുന്നു. അത് കണ്ണ് രോഗങ്ങൾക്ക്, നേത്രരോഗങ്ങൾക്ക് കാരണമാകുന്നു. ഗുഹ്യരോഗങ്ങളുണ്ടാകുന്നു, മൂത്രാശയ സംബന്ധമായ രോഗങ്ങളുണ്ടാകുന്നു, പ്രോസ്റ്റേറ്റ് ഗ്ലാൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. സ്ത്രീക്ക് ഫൈബ്രോയിഡ്, ഗർഭാശയത്തിൽ യൂട്രസിൽ മുഴകൾ, കുരുക്കളുണ്ടാക്കുന്ന രോഗമുണ്ടാകുന്നു. അതേ രീതിയിൽ അങ്ങേയറ്റം സ്ത്രീകൾക്ക് ഈ സമയത്ത് വെള്ളപോക്ക് മുതലായ രോഗങ്ങളുണ്ടാകുന്നു. യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. വലിയ വസ്ത്രവ്യാപാരികളാണെങ്കിൽ കട കത്തിപ്പോവുക, അല്ലെങ്കിൽ വസ്ത്രങ്ങൾക്ക് വലിയ രീതിയിൽ നാശങ്ങൾ സംഭവിക്കുന്നു. വീട്ടിൽ തന്നെ നാം ഉപയോഗിക്കുന്ന വില കൂടിയ വസ്ത്രങ്ങൾ ഒരുപക്ഷെ വാഷിംഗ് മെഷീനിൽപ്പെട്ട് നശിച്ചു പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെട്ടു പോവുക. വില കൂടിയ വസ്ത്രങ്ങൾ, ആഭരണം നഷ്ടപ്പെടുന്നു, സ്വർണം നഷ്ടപ്പെടുന്നു, വെള്ളി നഷ്ടപ്പെടുന്നു, ധനം നഷ്ടപ്പെട്ടു പോകുന്നു. ശരീരം നീര് വന്ന് വീർത്തു പോകുന്നു. സ്ത്രീകളുമായി ബന്ധപ്പെട്ട അപഖ്യാതികൾ ഏറ്റവും അധികം അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ് ഈ 25 ദിവസമെന്ന് നിങ്ങൾ ഇന്ന് കാലികമായൊരു വിഷയം കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്.
ഹേമ കമ്മീഷൻ റിപ്പോർട്ട്, അതുമായി ബന്ധപ്പെടുന്ന എല്ലാ അപവാദങ്ങളും ക്ലേശങ്ങളും അപഖ്യാതികളും WCCയുടെ ഇടപെടലുകളും ഒക്കെ തന്നെ ദിവസവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു അഗ്നിയായി പടർന്ന് അടുത്ത 25 ദിവസം, ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 18 വരെയുള്ള ദിവസങ്ങളിൽ ഒരു കൊടുങ്കാറ്റായി അല്ലെങ്കിൽ പേമാരിയായി ഈ സമൂഹത്തിൽ അതിൻ്റെ അലയൊലികൾ കാണുന്ന സമയവും കൂടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതാണ് ശുക്രൻ. സ്ത്രീജനകത വസനാപായ ലക്ഷ്മീ വിയോഗ. സ്ത്രീജനങ്ങൾ കാരണം അപവാദങ്ങൾ നേരിടുക, നാശമുണ്ടാവുക, സമ്പത്ത് നശിക്കുക. അതിനാൽ പലരുടെയും മുഖംമൂടികൾ ഒരുപക്ഷെ കഴിഞ്ഞു വീഴുന്ന സമയവുമായിരിക്കും ഇത്. ഈ രീതിയിൽ വളരെയധികം ദോഷങ്ങൾ ശുക്രൻ ഈ 3 രാശിക്കാർക്കും ഉണ്ടാക്കുന്നു. അതിൽ മേടം രാശിക്കാർ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് അനാവശ്യമായ ധനനഷ്ടമുണ്ടാകുന്നു. തനിക്ക് സാമ്പത്തികമായ വിഷയങ്ങളിൽ വലിയ പരാജയമുണ്ടാകുന്നു, ധനപരമായ വിഷയങ്ങളിൽ ചതിവ് വരുന്നു. അതേ രീതിയിൽ ദാമ്പത്യത്തിൽ വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാകുന്നു, പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ദോഷങ്ങൾ വരുന്നു, രോഗാദി അരിഷ്ടതകൾ വരുന്നു, തനിക്ക് ഗുഹ്യസംബന്ധമായ രോഗങ്ങൾ വരുന്നു. ഈ സമയത്ത് ഡയാലിസിസ് പേഷ്യൻസിന് വളരെയധികം ശ്രദ്ധ വേണ്ടുന്ന സമയമാകുന്നു. ഡയാലിസിസ് ഓർഗൻസിന് ഇൻഫെക്ഷൻ വന്ന് രോഗം മൂർച്ഛിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. ഇനി തുലാം രാശിക്കാർക്ക് ഈ ശുക്രൻ 12ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വിയോഗ പ്രിയയോഷിതാം, തനിക്ക് പ്രിയപ്പെട്ട ഭാര്യ സെപ്പറേഷൻ അകന്നു നിൽക്കുന്നു, അല്ലെങ്കിൽ തന്നെ ഗേൾ ഫ്രണ്ട്സ് പിരിഞ്ഞു നിൽക്കുന്നു. അതുണ്ടാക്കുന്ന മാനസികമായ ആഘാതം പലപ്പോഴും താങ്ങാൻ പറ്റില്ല. മാനസികമായി താൻ ഡിപ്രഷൻ മൂഡിലേക്ക് പോകുന്നൊരവസ്ഥ തുലാൻ രാശിക്കാർക്ക് വരുന്നു. അതിനപ്പുറത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് കുംഭം രാശിക്കാർക്കാണ്. അഷ്ടമത്തിൽ ശുക്രൻ വരുന്നു. പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടേണ്ട സാധ്യത വളരെ കൂടുതലാണ്. അച്ഛനും അമ്മയും അടക്കമുള്ള താൻ ഏറ്റവും അധികം ബഹുമാനിക്കേണ്ട, സ്നേഹിക്കേണ്ട, പരിചരിക്കേണ്ട വ്യക്തികൾക്ക് രോഗം കാരണം തനിക്ക് ശുശ്രൂഷിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. പാർഷ്യലി അവരുമായി സെപ്പറേഷൻ ആകുന്നു, കുടുംബസമാധാനം തകർന്നു പോകുന്നു. വളരെ ശ്രദ്ധിക്കണം. കുംഭൻ രാശിക്കാർ വീട് വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ ആഭരണങ്ങളും സ്വർണവും ധനവും നഷ്ടപ്പെട്ടു പോകുന്ന സമയമാകുന്നു. അതിനാൽ ഈ മഴക്കാലത്ത് രാത്രികാലങ്ങളിൽ വളരെയധികം നിങ്ങളുടെ ഭൗതിക സ്വത്തുകൾ സംരക്ഷിക്കുക എന്ന ദൗത്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഏതെല്ലാം രാശിക്കാർക്ക് ഈ ശുക്രനെ കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമുക്ക് നോക്കണം. ഇടവൻ രാശിക്കാർക്ക് ശുക്രൻ ലഗ്നാധിപനാകയാൽ 5ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകുന്നു. അവരുടെ പഠനം, വിദ്യാഭ്യാസം, യാത്രാപരമായ വിഷയങ്ങളിൽ നല്ല അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ ഇടവൻ രാശിക്കാർക്ക് കഴിയുന്നു. ഇനി മിഥുനൻ രാശിക്കാർക്ക് ശുക്രൻ ദിഗ്ബലവാനായി 4ാം ഭാവത്തിൽ നിൽക്കുന്നു. വാഹന സുഖഭോഗങ്ങൾ അനുഭവിക്കേണ്ട യോഗം വരുന്നു. നല്ല സൗഹൃദങ്ങൾ എത്തിച്ചേരുന്നു. വിദേശത്തുള്ള സുഹൃത്ത് വരുന്നു. അങ്ങനെ സൗഹൃദങ്ങളിലൂടെ തൻ്റെ സുഹൃത്ത് ബന്ധത്തെ മെച്ചപ്പെടുത്തുവാൻ മിഥുനൻ രാശിക്കാർക്ക് കഴിയുന്നു. ഇനി കർക്കിടകൻ രാശിക്കാർക്ക് ശുക്രൻ 3ാം ഭാവത്തിൽ ദുർബലമായി നിൽക്കുന്നു. സ്ത്രീജനങ്ങളിൽ രതി നശിച്ചു പോകുന്നു, ഭാര്യാസുഖം കുറയുന്നു. പലപ്പോഴും ദാനം ചെയ്യുമ്പോഴും യുദ്ധം ചെയ്യുമ്പോഴും തൻ്റെ ധൈര്യം കൈവിട്ടു പോകുന്നൊരവസ്ഥ സംജാതമാകുന്നു. പലപ്പോഴും പല അനുഭവങ്ങളും നെറ്റിത്തടത്തിന് നേരെ വന്നാലും ഫലം അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. അടുത്തതായി ഈ ചിങ്ങൻ രാശിക്കാർക്ക് കർമാധിപനും സഹായപതിയുമായ ശുക്രൻ 2ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് വളരെയധികം ഗുണം ചെയ്യും ചിങ്ങൻ രാശിക്കാർക്ക്. സുവാക്യ, നല്ല വാക്ക് സംസാരിക്കുമെന്നാണ്. അതിനാൽ വാക്കിലൂടെ സാമ്പത്തികമായ മെച്ചങ്ങളും സൗഹൃദങ്ങളും ഡെവലപ്പ് ചെയ്ത് കർമ്മമേഖലയിൽ ഒരു പുത്തൻ ഉണർവ് സംജാതമാക്കാൻ കഴിയും. പക്ഷെ ശ്രദ്ധിക്കണം, സെപ്റ്റംബർ 18 വരെ ജോലി മാറാൻ നിൽക്കരുത്. ഉള്ള ജോലിയിൽ തന്നെ പിടിച്ചു നിൽക്കുക. സെപ്റ്റംബർ 18 കഴിഞ്ഞാൽ കരിയർ, കർമാധിപനായ ശുക്രൻ തുലാൻ രാശി ബലവാനായിട്ട് 3ാം ഭാവത്തിലേക്ക് സ്വന്തം ക്ഷേത്രത്തിൽ മൂലക്ഷേത്ര ബലവാനായി പോകുന്നു. അത് നമുക്ക് ഗുണമാകുന്നു. അതിനാൽ ഉള്ള ജോലി സംരക്ഷിക്കാൻ ശ്രമിക്കുക. നല്ല വാക്കുകൾ മാത്രം പറയുക. തനിക്ക് വാക്കിലൂടെ ശത്രുക്കളെ സൃഷ്ടിക്കുവാൻ ഒരു സാഹചര്യം ഉണ്ടാക്കുകയില്ല 2ലെ ശുക്രൻ. ഇനി കന്നിരാശിക്കാർക്ക് പ്രായണ ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുന്നു. നല്ല ആഡംബരങ്ങൾ, വസ്ത്രങ്ങളൊക്കെ അനുഭവിക്കാനുള്ള യോഗമുണ്ടാകുന്നു. പൂർവികമായ സ്വത്ത് സമ്പാദിക്കുവാനുള്ള ഒരു സമയം സമാഗതമാകുന്നു. ധനപരമായ വിഷയത്തിലേക്കും ഏതെങ്കിലും രീതിയിൽ പഴയ വീഞ്ഞ് പുതിയ കുപ്പി, ഈ രീതിയിൽ തൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു സുശോഭനമായ അവസ്ഥ ഈ 25 ദിവസം കന്നിരാശിക്കാർക്ക് പ്രദാനം ചെയ്യപ്പെടുന്നു. ഈ ശുക്രൻ്റെ ഈ ചാരവശാലുള്ള മാറ്റം. ഇനി വൃശ്ചികൻ രാശിക്കാർക്ക് വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാം, പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാം, പ്രണയബന്ധങ്ങൾ ഉണ്ടാകാം, ഏതെങ്കിലും രീതിയിൽ നല്ല വരുമാനങ്ങൾ വരും.
അതിനാൽ വൃശ്ചികൻ രാശിക്കാർക്ക് ഇത് വളരെ അനുകൂലമാണ്. അതേ രീതിയിൽ ധനുരാശിക്കാർക്ക് 10ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു. അത് വളരെയധികം ഗുണം ചെയ്യും. കർമ്മമേഖലയിൽ നൂതനമായ ചില പദ്ധതികൾക്ക് അംഗീകാരങ്ങൾ ലഭിക്കുക, തനിക്ക് പ്രാധാന്യം തൻ്റെ കർമ്മമേഖലയിൽ ലഭിക്കുന്ന ദിവസങ്ങളാകുന്നു ഈ 25 ദിവസം. ഇനി മകരൻ രാശിക്കാർക്ക് പ്രായണ ഈ ശുക്രൻ സന്താന ശ്രേയസ്സിന് നല്ല സമയമാകുന്നു. വിദേശയാത്ര സൗഭാഗ്യം കൈവരുന്നു. കർമ്മമേഖലയിൽ ചില പ്രധാനപ്പെട്ട ഗുണങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ തനിക്ക് ലഭിക്കുന്നു. ആ കർമാധിപൻ നീചസ്ഥനാണ് എങ്കിലും ചില പുതിയ ഉത്തരവാദിത്തങ്ങൾ പുതിയ കർമ്മമേഖലയ്ക്ക് തേടിച്ചെല്ലുക അതിനനുകൂലമാകുന്നു ഓഗസ്റ്റ് 25 മുതലുള്ള സമയം. കാരണം 26-ാം തീയതി ചൊവ്വ ബലവാനായി 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ചൊവ്വയുടെ ചാരവച്ചാലുള്ള ഫലത്തിൽ പ്രത്യേകം പറഞ്ഞു, മകരൻ രാശിക്കാർക്ക് ധൈര്യപൂർവ്വം കാര്യങ്ങൾ നീക്കാം. പിന്നെ സ്ത്രീയുടെ സൗഭാഗ്യമുണ്ടാകുന്നു. അതിനുമപ്പുറം പലിശ, ധനകാര്യ സ്ഥാപനങ്ങൾ, ചിറ്റി ഫണ്ട്സ് ഗ്രൂപ്പുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾക്ക് ഈ ശുക്രൻ്റെ മാറ്റം വളരെ ഗുണമാണ്. പിന്നെ മീനൻ രാശിക്കാർക്ക് 7ാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ ശ്രദ്ധിക്കണം, ഭാര്യ കലഹമുണ്ടാകും, ഭാര്യ പിണങ്ങിപ്പോകുന്ന സമയമാകുന്നു. ചില സ്ത്രീ സൗഹൃദങ്ങളിലൂടെ തനിക്ക് രതി, സെക്സ്, കാമം ലഭിക്കുന്നു. സ്ത്രീ സൗഹൃദങ്ങളിലൂടെ തനിക്ക് അനുകൂലമായ സമയം സംജാതമാകുന്നു. ഇവിടെ വളരെയധികം ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു, ഗുഹ്യരോഗത്തെ ഉണ്ടാക്കുന്നു ശുക്രൻ. പരിചിതരല്ലാത്ത സൗഹൃദത്തിലൂടെ ഗുഹ്യരോഗങ്ങൾ പടരുവാനുള്ള സമയമാണിത്. അതിനാൽ വളരെയധികം സുരക്ഷിത മാർഗങ്ങൾ ശാരീരികമായും മാനസികമായും തയ്യാറെടുത്ത് മാത്രം തൻ്റെ മറ്റ് വിഷയത്തിലേക്കുള്ള, അതിരുവിട്ട പ്രണയ വിഷയത്തിലേക്കുള്ള സഞ്ചാരത്തെ, അബദ്ധ സഞ്ചാരങ്ങളെ നിയന്ത്രിക്കണം. പെട്ടെന്ന് കാണുന്ന സൗഹൃദത്തിലൂടെ വളരെയധികം ക്ലേശങ്ങൾ വരുത്തും ഈ ശുക്രൻ. എന്താണ് ഇതിന് പരിഹാരം? അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷീവ ഭ്രൂനന്ദനഹ. ശുക്രനെ കൊണ്ടാണ് അന്നപൂർണേശ്വരി, ലക്ഷ്മി, യക്ഷി മുതലായ ദേവതകളെ ചിന്തിക്കുന്നത്. നവഗ്രഹത്തിൽ ശുക്രൻ അസുരാചാര്യനാകുന്നു. അതിനാൽ നവഗ്രഹത്തിൽ ശുക്രനെ അർച്ചന ചെയ്യുക. ഓം ശുക്രായ നമഃ എന്ന പ്രാർത്ഥന ചെയ്യുന്നത് നവഗ്രഹപ്രീതിക്ക് വളരെയധികം സഹായകരമാകുന്നതാണ്. അതേ രീതിയിൽ ഈ 25 ദിവസം 3 ആഴ്ചക്കാലം അല്ലെങ്കിൽ 1 മാസം എല്ലാ വെള്ളിയാഴ്ചയും ദേവീക്ഷേത്രത്തിൽ വിളക്ക്, മാല, പായസം വഴിപാടായി ചെയ്യുക. മനസ്സും ശരീരവും തെറ്റിലേക്ക് നീങ്ങാതിരിക്കാൻ ഈ ശുക്രൻ നിങ്ങളെ സംരക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.